ഗുട്ടൻ ടാഗ്. ഇന്നത്തെ പോഡ്കാസ്റ്റ് നേഴ്സസിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ നാട്ടിലെ നേഴ്സസ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ്, അവരുടെ മുമ്പിലുള്ള സാധ്യതകൾ, അതിനുള്ള സൊല്യൂഷൻസിനെ കുറിച്ചൊക്കെ ആയിരിക്കും നമ്മളിന്ന് സംസാരിക്കുന്നത്. എൻ്റെ കൂടെ ഉള്ളത് എഡ്യൂഫ്ലെയറിൻ്റെ ചെയർമാൻ ആയിട്ടുള്ള അഡ്വക്കേറ്റ് കെ എം റോയ് സാറാണ്. സാർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സാർ. നമുക്ക് ഈ പോഡ്കാസ്റ്റ് നമ്മുടെ നാട്ടിലെ നേഴ്സസിൻ്റെ ജീവിത സാഹചര്യങ്ങളും വർക്ക് എൻവയോൺമെൻറ്റിനെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ട് തുടങ്ങിയാൽ, അപ്പോൾ സാർ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമോ? നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കയ്യിൽ വലിയൊരു ട്രഷറുണ്ട്. പക്ഷേ ആ ട്രഷറിന് നമ്മുടെ നാട്ടിൽ വാല്യൂ ഇല്ല. ഈ നിധിക്ക് വിലയുണ്ടാകുന്ന വികസിത രാജ്യങ്ങളിൽ ചെല്ലുമ്പോഴാണ്. നേഴ്സിംഗ് എന്ന് പറയുന്ന അവർ പഠിച്ചിട്ടുള്ള, അവർ അർപ്പണ മനോഭാവത്തോടു കൂടി ചെയ്യുന്ന ഒരു കെയറിങ്, ആ ഒരു പ്രൊഫഷന് വിദേശ രാജ്യങ്ങളിൽ, അതായത് വികസിത വിദേശ രാജ്യങ്ങളിൽ വലിയ വാല്യൂ ഉണ്ട്, വളരെ ഉയർന്ന വിലയുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ അതിന് വളരെ ചെറിയ വാല്യൂ ഉള്ളൂ. ഒരു നേഴ്സ് നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് ലഭിക്കുന്ന സാലറി എന്ന് പറയുന്നത് 15,000 രൂപ മുതൽ ഒരു 35,000 രൂപ വരെയുള്ള റേഞ്ചിലാണ്. അവർക്ക് സ്റ്റാർട്ടിങ് മുതൽ അവരെ സർവീസ് എൻഡ് ചെയ്യുന്നിടം വരെ അവർക്ക് കിട്ടാവുന്നൊരു സാലറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. കൂടാതെ ഹോസ്പിറ്റലിലെ അന്തരീക്ഷം എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ അത്ര ഒരു ഡെവലപ്ഡ് രാജ്യത്തുള്ള മാതിരിയുള്ള അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള അറ്റ്മോസ്ഫിയർ അല്ല. പല നിലയ്ക്കും നേഴ്സുമാർക്ക് വലിയ ബേഡൻസ് ഉണ്ടാകുന്നുണ്ട്. കാരണം രോഗികളുടെ എണ്ണ കൂടുതൽ, അല്ലെങ്കിൽ അവരുടെ നീളുന്ന വർക്കിംഗ് ടൈം, അവരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷിഫ്റ്റുകൾ, ഇങ്ങനെയൊക്കെ പല വിധത്തിലും അവർക്ക് ജോലി ഒരു വളരെ സന്തോഷമുള്ളൊരു സാഹചര്യത്തിലല്ല പോകുന്നത്. അതുപോലെ തന്നെ വർക്ക് ലൈഫ് ബാലൻസിനെ സംബന്ധിച്ച് നോക്കുമ്പം വളരെ വലിയ വിഷമമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ നാട്ടിലെ നേഴ്സസ് മറ്റുള്ള എല്ലാ പ്രൊഫഷനിൽ നിന്നും വരുമാനം കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങൾ കൊണ്ടും അവരെ മറ്റുള്ള എല്ലാവരേക്കാളും വളർന്നൊരു താഴ്ന്ന നിലവാരത്തിലാണ് ഇന്നിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ എന്തൊക്കെ സാധ്യതകളാണുള്ളത് ഈ കാര്യങ്ങളൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ? അവരെ സംബന്ധിച്ചിടത്തോളം എല്ലാ നേഴ്സുമാരും നേഴ്സിംഗ് പഠിക്കാൻ പോകുന്നൊരു നേഴ്സിംഗ് വിദ്യാർത്ഥി ആവുമ്പോൾ തന്നെ അവർക്കറിയാം അവർ ഇത് പഠിച്ചു കഴിയുമ്പോൾ വളരെ ഒരു നിധിയോടുകൂടിയാണ് അവർ പുറത്തേക്ക് വരുന്നതെന്ന്. ആ നിധി അവർക്ക് പൂർണ്ണമായി യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ അത്ര വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ അവരൊരു വികസിത വിദേശ രാജ്യത്ത് പോയി നേഴ്സിംഗ് ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യത്തിലേക്ക് വരണം. അപ്പോൾ നമുക്കറിയാം, ഏത് വികസിത രാജ്യത്തേക്കും ഒരു നേഴ്സിന് പോകണമെങ്കിൽ ആ രാജ്യത്തേക്ക് കടക്കാനുള്ള കടമ്പകൾ കഴിയണം. അതിന് ലാംഗ്വേജ് ടെസ്റ്റുകളാണ് പ്രധാനമായിട്ടും വേണ്ടത്. അത് പാസ്സാവുമ്പോഴാണ് ഓരോ രാജ്യത്തേക്കും ഒരു നേഴ്സിന് കടന്നു പോകാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഒരു നേഴ്സ് ഒരു നേഴ്സിംഗ് പഠനം തുടങ്ങുമ്പോൾ തന്നെ അവരുടെ ഉള്ളിലൊരു ഡ്രീമായിട്ട് വരണം, എൻ്റെ നേഴ്സിംഗ് കോഴ്സ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു വികസിത വിദേശ രാജ്യത്ത് പോയി ജോലി ചെയ്ത് വളരെ ഉയർന്ന ശമ്പളത്തിലും നല്ല വർക്ക് ലൈഫ് ബാലൻസിലും ജീവിക്കണമെന്ന ഒരു താല്പര്യത്തോടു കൂടി വേണം അവർ നേഴ്സിംഗ് പഠനം ആരംഭിക്കാൻ തന്നെ. അപ്പം സാറ്, ഇവരുടെ മുമ്പിലേക്ക് ഇപ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് ഇപ്പോൾ ഒരു വികസിത വിദേശ രാജ്യത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുടെ മുമ്പിലുള്ളത്? അത് നേഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല വിധത്തിൽ വിചാരിക്കാം. ഒന്ന്, നമുക്ക് GCC കൺട്രികൾ, ഗൾഫിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പിന്നെ വികസിത യൂറോപ്പിലെ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി. ഉദാഹരണത്തിന് പറയാം, UK, അയർലൻഡ്, ജർമ്മനി, ഫ്രാൻസ്, അങ്ങനെയൊക്കെയുള്ള സ്കാൻഡിനേവിയൻ കൺട്രീസ്, ഇങ്ങനെയൊക്കെയുള്ള യൂറോപ്പിലെ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, ഇവിടെ പോകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ US കാനഡയിലും പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് സാധാരണഗതിയിൽ ഒരു നേഴ്സ് അവരുടെ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് ഏറ്റവും ഉയർന്ന സാലറി കിട്ടുന്ന യൂറോപ്പിലേക്കോ അമേരിക്കയിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ പോകാൻ വേണ്ടിയിട്ടാണ്. അതിന് താഴെ അവർ കോംപ്രമൈസ് ചെയ്ത് പോകുന്ന സ്ഥലങ്ങളാണ് ഈ GCC കൺട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ പിന്നെ സ്വപ്നം കാണുന്നതിനൊരു അതിരുണ്ടെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പം ശരിക്കും നാട്ടിലുള്ള ഒരു നേഴ്സിന് ഏതളവ് വരെ സ്വപ്നം കാണാം? എങ്ങനെയാണ് അവരുടെ ആ ഒരു ഡ്രീംസ് വേണ്ടത്? മറ്റുള്ള ആളുകൾ കാണുന്ന സ്വപ്നത്തിനേക്കാളും എളുപ്പം പൂർത്തീകരിക്കാൻ പറ്റുന്ന സ്വപ്നമാണ് നേഴ്സുമാരുടെ സ്വപ്നം. കാരണം ഇവർ ഹൈലി ഡിമാൻഡഡ് ആണ് ഈ വികസിത രാജ്യങ്ങളിൽ. അത്രത്തോളം ജോബ് ഓപ്പർച്യൂണിറ്റി ഏത് ഡെവലപ്ഡ് കൺട്രിയിലും നേഴ്സുമാർക്ക് ഉണ്ട്. കാരണം ആ രാജ്യത്തുള്ള ആളുകൾ പൊതുവെ തിരഞ്ഞെടുക്കുന്ന ഒരു തൊഴിൽ മേഖലയല്ല നേഴ്സിംഗ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടോ നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് കേരളത്തിൽ തന്നെ നേഴ്സിംഗ് എന്ന് പറയുന്നത് പൊതുവെ ആളുകൾ തിരഞ്ഞെടുക്കുന്ന, പ്രത്യേകിച്ച് പെൺകുട്ടികൾ തിരഞ്ഞെടുക്കുന്ന ഒരു കരിയർ ആയതുകൊണ്ട് ആ പ്രൊഫഷന് വികസിത രാജ്യത്തിൽ വലിയ ഡിമാൻഡ് ഉള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതിലേക്ക് എത്തിപ്പിടിക്കാനായിട്ട് അവർക്ക് സാധിക്കും. ഓക്കെ, ഇപ്പം നമ്മളുടെ മുമ്പിൽ കുറേ രാജ്യങ്ങളെക്കുറിച്ച് സാർ സംസാരിച്ചു. ഇപ്പോൾ ഓസ്ട്രേലിയ, കാനഡ. അപ്പം ഓരോ രാജ്യങ്ങളുടെയും കറണ്ട് ഒരു റിയാലിറ്റി, ഇപ്പോൾ പലർക്കും പല വിൻഡോസൊക്കെ ക്ലോസ് ചെയ്തതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം സാറ് എന്താണ് ഒരു അനലൈസ് ചെയ്യുകയാണെങ്കിൽ നിലവിൽ അവർക്ക് പോകാൻ ചാൻസസ് ഉള്ള ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമുക്കിങ്ങനെ ഓരോരോ രാജ്യത്തെപ്പറ്റി അനലൈസ് ചെയ്ത് സംസാരിക്കുമ്പം നമുക്ക് ഈ അടുത്ത് വരെ
നേഴ്സുമാർ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നത് UK-യിലേക്കായിരുന്നു. ഓക്കെ. കാരണം UK-യിലേക്ക് പോകാൻ കുറേ കൂടി എളുപ്പമായിരുന്നു, വെൽക്കമിങ് ആയിരുന്നു. പക്ഷേ UK-യുടെ പോസിബിലിറ്റീസ് വളരെ കുറഞ്ഞിട്ടുണ്ട് ഇപ്പം. അവിടേക്ക് നേഴ്സുമാർ പോകുന്ന സമയത്ത് അവർക്ക് ഇപ്പം എന്താ പറയുക, അവരെ റിക്രൂട്ട് ചെയ്യുന്നത് കുറഞ്ഞിട്ടുണ്ട്. അവർക്ക് സാലറിയുടെ കാര്യത്തിൽ പ്രശ്നമുണ്ട്. അതുപോലെ തന്നെ UK-യിൽ നമുക്ക് ലിവിങ് എക്സ്പെൻസ് വളരെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് UK ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ഥലമല്ല. രണ്ടാമതായിട്ട് യൂറോപ്പിലുള്ള മറ്റ് രാജ്യങ്ങൾ എന്ന് പറയുന്നതിൽ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രി ആയിട്ടുള്ളത് പിന്നെ അയർലൻഡ് മാത്രമാണുള്ളത്. ഓക്കെ. അയർലൻഡ് ഒരു ചെറിയ രാജ്യമായതുകൊണ്ട് നമുക്ക് ഒരുപാട് നേഴ്സസിന് വളരെ വേഗത്തിൽ പോകാൻ പറ്റുന്ന ഒരു രാജ്യമല്ല. എന്നാലും ആളുകൾക്ക് ഇംഗ്ലീഷ് കോഴ്സുകൾ പഠിച്ചുകൊണ്ട് ഇപ്പോഴും അയർലൻഡിൽ പോകാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെ US, കാനഡ 2 രാജ്യങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതാണ്. ഈ 2 രാജ്യങ്ങളിൽ US-ലേക്ക് നമുക്ക് പോകാനായിട്ട് വളരെ ടഫായിട്ടുള്ള എക്സാമിനേഷൻസുകൾ കടന്നാലേ ഒരു നേഴ്സിനെ പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അവിടുത്തെ PR ഒക്കെ റിക്വയർമെൻറ്റ്സ് എല്ലാം വളരെ ഹൈ ആയിട്ടുള്ളതാണ്. അതായത് ഒരാൾക്ക് വിസ റൂൾസും കുറേ ടഫ് ആയിട്ടുണ്ട്. വിസ റൂൾസ്, അതുപോലെ തന്നെ അവിടെ പോയി നമുക്ക് നാളെ ഒരു ഗ്രീൻ കാർഡ് കിട്ടാനും അവിടെ സെറ്റിൽ ചെയ്യാനും സിറ്റിസൺഷിപ്പിലേക്കൊക്കെ പോകാനായിട്ട് US-ൽ വളരെയധികം ബുദ്ധിമുട്ടുള്ള സാഹചര്യമുണ്ട്. കാനഡ ഇതുപോലെ തന്നെ, കാനഡയിലും പഴയ മാതിരിയുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല. അതുമാത്രമല്ല, കാനഡ നമ്മുടെ രാജ്യത്തുനിന്ന് വളരെ ദൂരെയുള്ളൊരു രാജ്യമാണ്. തണുപ്പും വളരെ കൂടുതലുള്ള രാജ്യമായതുകൊണ്ട് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷെ നമുക്കൊരു എളുപ്പത്തിൽ തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനായിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി സാധിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ. പിന്നീടുള്ളത് നമുക്ക് ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ്. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല രാജ്യമാണ്, പോയി നമുക്ക് സെറ്റിൽ ചെയ്യാൻ വളരെ സാഹചര്യങ്ങളാണ്. പക്ഷേ അവിടുത്തെ എക്സാമിനേഷനും വളരെ ടഫായിട്ടുള്ള കാര്യമാണ്. അതായത് നമുക്ക് IELTS OET കഴിയണം, പിന്നെ NCLEX RN കഴിയണം, OSCE കഴിയണം. ഇതൊക്കെ ഒരു സാധാരണ നിലയിൽ ഒരു നേഴ്സിന് വളരെ എളുപ്പമുള്ള കാര്യമല്ല. ഈ OSCEയുടെ എക്സാം എന്ന് പറയുന്നത് അത് ക്ലിനിക്കൽ എക്സാമാണ്. അത് എഴുതണമെങ്കിൽ ഓസ്ട്രേലിയയിൽ തന്നെ പോകണം. ഇവിടുന്ന് ചെയ്യാൻ പറ്റില്ല, ഇവിടുന്ന് ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ ഒരു നേഴ്സ് OSCE എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റ് ടിക്കറ്റും അവിടെ താമസിക്കാനുള്ള ചിലവും എക്സാം എഴുതാനുള്ള ഫീസും എല്ലാം അടക്കം വളരെ വലിയൊരു സംഖ്യ കൊടുത്താൽ മാത്രമേ അത് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അപ്പം എനിക്ക് തോന്നുന്നത് ഇപ്പം വളരെ എളുപ്പത്തിൽ ആളുകൾക്ക് പോകാൻ പറ്റുന്ന സാഹചര്യമുള്ള രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. ഈ രാജ്യങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് പഠിക്കേണ്ട അല്ലെങ്കിൽ സബ്ജക്റ്റിനെ സംബന്ധിച്ചുള്ള കാര്യത്തിലും പ്രോസസ്സിനെ സംബന്ധിച്ചുള്ള കാര്യത്തിലും അവിടുത്തെ ലിവിങ് സ്റ്റാൻഡേർഡിൻ്റെ കാര്യത്തിലും സാലറി കിട്ടുന്ന കാര്യത്തിലും എല്ലാ അർത്ഥത്തിലും നമുക്ക് ഏറ്റവും സുഗമമായി ഇപ്പോൾ നേഴ്സുമാർക്ക് പോകാൻ പറ്റുന്ന രാജ്യമാണ് ജർമ്മനി. ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്ത് ഏജ്ഡ് ആയിട്ടുള്ള പോപ്പുലേഷനാണുള്ളത്. അപ്പോൾ ആ രാജ്യത്ത് നിന്ന് നേഴ്സിങ് കഴിഞ്ഞ് അല്ലെങ്കിൽ പഠിച്ച് വരുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും. ഓക്കെ. രണ്ടാമതായിട്ട് ഈ നേഴ്സസ് എല്ലാ വികസിത രാജ്യങ്ങളിലും നേഴ്സിങ്ങിൻ്റെ ഡ്രോപ്പിംഗ് പെർസെൻറ്റേജ് 30% ഉണ്ട്. അതായത് ഒരാൾ നേഴ്സായി ജോലിയിൽ പ്രവേശിച്ചാൽ 10 വർഷത്തിനുള്ളിൽ അതിൽ 30% ആളുകൾ നേഴ്സിംഗ് പ്രൊഫഷൻ വിട്ട് മറ്റ് മേഖലയിലേക്ക് പോകുന്നതാണ് കണക്കുകൾ കാണിക്കുന്നത്. അതായത് ഒരാൾ നേഴ്സിംഗ് ജോലി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഉയർന്ന ശമ്പളമൊക്കെ കിട്ടി അവരുടെ ജീവിതത്തിൽ ഒരു ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കെ വരുന്ന സമയത്ത് അവർ പലപ്പോഴും നേഴ്സിംഗ് ജോലി വിട്ടു പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഒരു 30% അങ്ങനെയുള്ള വേക്കൻസീസ് വരുന്നുണ്ട്. മറ്റൊന്ന്, ഓരോ വർഷം ചെല്ലുന്തോറും ആ രാജ്യത്ത് ഏജ്ഡ് പോപ്പുലേഷൻ ആയതുകൊണ്ട് അവരെ കെയർ ചെയ്യാനോ അവർക്ക് സർവീസ് കൊടുക്കാനോ ഒക്കെയുള്ള നേഴ്സസിനെ വളരെയധികമായിട്ട് ആവശ്യമായിട്ടുണ്ട്. ഓക്കെ. സോ ഇപ്പോൾ ജർമ്മനി ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുമ്പിൽ നിൽക്കുന്നതുകൊണ്ടും പല ആളുകളും അത് വേണ്ടത്ര അറിയപ്പെടാത്തത് കൊണ്ടാണോ അതോ എന്തെങ്കിലും ചലഞ്ചസ് ഉണ്ടോ? എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകൾ അത് പ്രിഫർ ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ? ജർമ്മനിയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ മുന്നിലുള്ള ചലഞ്ചസ് എന്ന് പറയുന്നത്, ജർമ്മനിയിൽ ഒരാൾക്ക് രജിസ്റ്റേർഡ് നേഴ്സ് ആവണമെങ്കിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. ഓക്കെ. ജർമ്മനി എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ മാതൃഭാഷ ജർമ്മനാണ്. അപ്പം അവിടുത്തെ ഹെൽത്ത് കെയർ മേഖലയെല്ലാം ആ ഭാഷയിൽ അല്ലെങ്കിൽ ആ ലാംഗ്വേജിലാണ് അവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, അവരുടെ മാതൃഭാഷ ആയതുകൊണ്ട്. അപ്പം അവിടെ പോയി നമുക്ക് സർവീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ഭാഷ പഠിക്കണം. അതുമാത്രമാണ് നമ്മുടെ മുന്നിലുള്ള ഒരു ചലഞ്ച്. നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് എന്ന് പറയുമ്പം നമുക്ക് ഓൾറെഡി ഒരു ബന്ധമുണ്ട്. ഇപ്പം നമ്മൾ UK ആയിട്ട് നമുക്ക് നോക്കുമ്പം നമ്മൾ പണ്ട് മുതലേ നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു, നമ്മൾ ഫ്രീഡം സ്ട്രഗിൾ ഉണ്ടായിരുന്നു, പിന്നീട് അവർ ഇവിടുന്ന് അവിടേക്ക് പോയി, നമ്മൾ പിന്നെ അങ്ങോട്ട് പോയി. അപ്പം അതൊരു ത്രൂ ഔട്ട് ഒരു റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ നമുക്ക് കൾച്ചറൽ എക്സ്ചേഞ്ച് നടന്നിട്ടുണ്ട്. നമുക്ക് ഒരു നേഴ്സ് UK-യിലേക്ക് ജോലിക്ക് പോകുമ്പം അവർക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ജോലി ചെയ്യുന്ന മാതിരിയുള്ളൊരു ഫീലായിരിക്കും ഒരു പക്ഷേ വരുന്നത്. ജർമ്മനിയിലേക്ക് പോകുന്ന സമയത്ത് ഈ കൾച്ചർ വളരെ വ്യത്യാസമുണ്ട്. നമുക്ക് എക്സ്പോഷർ ഇല്ല. ഭാഷ കൊണ്ടാണല്ലോ കൾച്ചർ ഉണ്ടാകുന്നത്. അപ്പോൾ ആ ജർമ്മൻ ഭാഷ നമുക്ക് പുതിയൊരു ഭാഷയാണ്. ആ ഭാഷയും ആ ഭാഷയോട് ബന്ധപ്പെട്ട കൾച്ചറും ഒക്കെ സ്വായത്തമാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണമാണ് ഇത്രയും നാളും കൂടുതൽ ആളുകളൊന്നും അങ്ങോട്ട് പോകാതിരുന്നത്.
പക്ഷേ നമുക്ക് വൺസ് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാനായിട്ട് സാധിച്ചാൽ നമുക്ക് ഏതൊരു കൺട്രിയേക്കാളും വളരെ എളുപ്പത്തിൽ പ്രോസസ്സ് ചെയ്ത് പോകാനും ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ജീവിക്കാനും ജർമ്മനി സാധിക്കും. ഇപ്പം ഈ ജർമ്മനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരൊരു നേഴ്സ് ജർമ്മനി ഡെസ്റ്റിനേഷനായിട്ട് ചൂസ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ട് മറ്റു രാജ്യങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ജർമ്മനിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജർമ്മനിയിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമുക്ക് ഒന്നാമത്തെ കാര്യം ജർമ്മനിയിൽ ഒരു നേഴ്സായിട്ട് പോകാൻ വേണ്ടി നമുക്ക് എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്നുള്ള കാര്യമാണ്. അതായത് ഒരു നഴ്സിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന ഒരു നഴ്സിംഗ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി എന്ന് തന്നെ പറയാം, കാരണം അവർ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നില്ലല്ലോ. അത്തരം ഒരാൾക്ക് ഡയറക്റ്റ് ആയിട്ട് ജർമ്മനി പോയി നഴ്സിംഗ് ജോലിയിലേക്ക് പ്രവേശിക്കാൻ അവരുടെ നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതായത് നഴ്സിംഗ് കോളേജിൽ കോഴ്സ് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നഴ്സിംഗ് പഠിക്കുന്നതിനോടൊപ്പമോ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുകയാണെങ്കിൽ ഇവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് അവർക്ക് നേരിട്ട് ജർമ്മനിയിൽ പോകാം. അവിടെ ചെന്ന് ആദ്യം അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയും കുറച്ച് എക്സ്പീരിയൻസ് ഒക്കെ ആയി കഴിഞ്ഞാൽ അവിടുത്തെ രജിസ്ട്രേഡ് നേഴ്സ് ആവാനുള്ള ഒരു ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാം ഉണ്ട്. അത് പാസ്സായാൽ ഇമ്മീഡിയറ്റ്ലി അവർക്ക് അവിടെ രജിസ്ട്രേഡ് നേഴ്സായിട്ട് തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അവർ അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് 2,800 യൂറോ മുതൽ 3,200 യൂറോ വരെയുള്ള ശമ്പളം കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി കണക്ക് വെച്ചൊരു 2,80,000 രൂപയ്ക്ക് മുകളിൽ. ഇപ്പം നമുക്കൊരു യൂറോ എന്ന് പറഞ്ഞാൽ 100 രൂപയിലധികം മുകളിൽ വിലയുണ്ട്. അപ്പം നമ്മൾ 2,800 എന്ന് പറയുമ്പോൾ 2,80,000, 3,200 എന്ന് പറയുമ്പോൾ 3,20,000. അപ്പം ഒരു നേഴ്സിംഗ് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ ഒരു കുട്ടി ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുക എന്നൊരു കാര്യം ചെയ്താൽ പിറ്റേ ദിവസം മുതൽ ഈ 3,20,000 രൂപ ശമ്പളത്തിലേക്ക് പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇത് ബേസിക് സാലറിയാണ്. അവർക്ക് ഇഷ്ടം പോലെ ഓവർ ടൈം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് അവർക്ക് ഒരു വീക്കിൽ നിയമപരമായിട്ട് 37.5 മണിക്കൂറേ അവർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു വീക്ക് അവരുടെ ജോലി കംപ്ലീറ്റ് ആവാൻ വേണ്ടി. ബാക്കിയുള്ള സമയമെല്ലാം അവർക്ക് ഓവർ ടൈം ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. അതായത് അവർ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ 37.5 അവറിൽ കൂടുതൽ അവർ വർക്ക് ചെയ്യുമ്പോൾ അത് ഓവർ ടൈമായിട്ട് പരിഗണിക്കുകയും സാധാരണ സാലറിയുടെ ഇരട്ടിയൊക്കെ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതുകൂടാതെ മറ്റ് അവിടെ സ്ഥിരമായിട്ടുള്ള നേഴ്സുമാർ വർക്ക് ചെയ്യാത്ത ദിവസങ്ങളാണ് സാറ്റർഡേ, സൺഡേ എന്നൊക്കെ പറഞ്ഞത്. കാരണം വീക്കെൻഡ് ആകുമ്പോൾ അവരെല്ലാം ടൂറ് പോവുകയോ അല്ലെങ്കിൽ മറ്റു വിധത്തിൽ അവരുടെ ലൈഫിലെ മറ്റു കാര്യങ്ങളിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഇരട്ടിയോ 4 ഇരട്ടിയോ ഒക്കെ അവർക്ക് അവർ ബേസിൽ അധികരിച്ച സാലറി കിട്ടാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് അവരെ നോർമൽ സാലറിയുടെ ഇരട്ടിയോളം അവർക്ക് ഓവർ ടൈമിലും സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതായത് ജർമ്മനി ചെന്ന് കാലുകുത്തി അസിസ്റ്റൻറ്റ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോൾ പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 lakhs മുതൽ 7 lakhs വരെ മന്ത്ലി ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ നാട്ടിലൊരു നേഴ്സിംഗ് കഴിഞ്ഞൊരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നത്. അപ്പം ഒരാളിത് തീരുമാനം എടുത്തു ജർമ്മനിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചാൽ അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്തായിരിക്കും? എന്തൊക്കെ കാര്യങ്ങളിലൂടെയാണ് അവർ കടന്നു പോവേണ്ടി വരിക? അതായത് ഒരു നേഴ്സ് അവരുടെ നേഴ്സിംഗ് പഠനം പൂർത്തിയാവണം, പാസ്സാവണം. അതാത് സംസ്ഥാനത്തെ നേഴ്സിംഗ് കൗൺസിലിൽ അവരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു രജിസ്ട്രേഡ് നേഴ്സായിട്ട് അതാത് മാതൃരാജ്യത്ത് ആയി മാറണം. രണ്ടാമതായിട്ട് അവർ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം. ജർമ്മൻ ലാംഗ്വേജ് B2 സർട്ടിഫിക്കേഷനാണ് വേണ്ടത്. ജർമ്മൻ ലാംഗ്വേജ് നമുക്കറിയാം A1, A2, B1, B2, C1, C2 അങ്ങനെ 6 ലെവലുകളാണുള്ളത്. അപ്പോൾ ഒരു നേഴ്സിന് വേണ്ട ലെവൽ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് B2-ൻ്റെ 4 മൊഡ്യൂളും പാസ്സാവുക എന്നുള്ളതാണ്. അപ്രകാരം അവർ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഒരു B1 ലെവലിലൊക്കെ എത്തുമ്പോഴേക്കും തന്നെ ജർമ്മനിയിൽ നിന്നുള്ള എംപ്ലോയർ, അതായത് ഹോസ്പിറ്റലുകൾ അവരെ ഇൻ്റർവ്യൂ ചെയ്യുകയും അവരെ സെലക്ട് ചെയ്യുകയും ചെയ്യും. അങ്ങനെ സെലക്ട് ചെയ്ത നേഴ്സിന് അവർ ലാംഗ്വേജ് പഠനം പൂർത്തിയാക്കി കഴിയുമ്പോഴേക്കും ആ ഹോസ്പിറ്റലിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടും. ആ ഓഫർ ലെറ്ററും അതിനോടനുബന്ധമായിട്ടുള്ള കുറേ പ്രോസസ്സ് ഡോക്യുമെൻറ്റേഷനൊക്കെ ഉണ്ട്. അതെല്ലാം ഒരു കൺസൾട്ടൻസി അത് ചെയ്തു കൊടുക്കും. അത് കഴിഞ്ഞ് അവർക്ക് വിസയ്ക്ക് വേണ്ടി പോയി വിസ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് ജർമ്മനിയിലേക്ക് പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ എംപ്ലോയർ ആദ്യമായി ഇവർക്ക് അസിസ്റ്റൻറ്റ് നേഴ്സായിട്ടുള്ള ജോലി കൊടുക്കും. ആ ജോലിയിൽ അവർ 6 മാസത്തോളമോ 3 മാസത്തോളം തുടർന്ന് കഴിയുമ്പോൾ അവർക്ക് ലാംഗ്വേജിൻ്റെ ക്ലാസ്സുകളും ഈ എംപ്ലോയർ കൊടുക്കുന്നുണ്ടാവും. അത് കഴിഞ്ഞ് അവർക്ക് ഈ കണ്ടനീസ് പ്രൂഫിംഗ് എന്ന് പറയുന്ന എക്സാം എഴുതി കഴിഞ്ഞ് പാസ്സായാൽ ഉടനെ അവർ രജിസ്ട്രേഡ് നേഴ്സായി തീരുകയാണ് ചെയ്യുന്നത്.